മുരളിയുടെ ചിത്രത്തെക്കുറിച്ച് എന്നെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 വർഷം മുമ്പ് മാതൃഭൂമിയിൽ എൻ്റെ വിശുദ്ധ മിഖായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേന്ന് പറഞ്ഞിട്ടൊരു അനുഭവക്കുറിപ്പ് വന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ വന്നേക്കുന്നത് ഏറ്റവും ഇടിവെട്ട് സാധനം അതാണ്. പക്ഷെ അതിൽ എൻ്റെ അപ്പന് ഒരു സ്വഭാവമുണ്ട്. അമ്മ മരിച്ചു പോയതിനു ശേഷം ഞങ്ങൾക്ക് വീട്ടുകാർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അദ്ദേഹത്തിന് ഭ്രാന്താണ്. വേറെ ഒരു മനുഷ്യർക്കും അറിയാൻ പാടില്ല. രാത്രിയാകുമ്പോൾ വീടിൻ്റെ വാതിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചങ്ങോട്ട് തുറക്കും. ഒരു കരിമ്പടമൊക്കെ ചുറ്റിയിട്ട് പുള്ളി അങ്ങോട്ട് നേരെ പോയിട്ട് ഒരു ഇടവഴിയുടെ അവിടെ പോയി ഇങ്ങനെ നിൽക്കും. നിലാവ് തീരുന്നവരെ അവിടെ നിൽക്കും. ആ മനുഷ്യനെ വരച്ച ആളാണ്. ഇന്നും മനസ്സിൽ നിന്നും മുരളിയുടെ ഒരു പടം എനിക്ക് എൻ്റെ കഥയ്ക്ക് ഇല്ലസ്ട്രേഷനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽപ്പോൾ ഒരു ആനന്ദം വരിക. അതിപ്പോൾ ഇപ്പം ഞാനൊരു പുതിയ കഥ എഴുതിയിട്ടുണ്ട്, നിശബ്ദമായി എന്ന് പറയുന്നത്. ആ കഥ മുരളി വരച്ചാൽ മാത്രമേ ഞാൻ ആ കഥ ഏതെങ്കിലും പ്രസാദം കൊടുക്കത്തുള്ളൂ, അല്ല ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ ഭാഗ്യത്തിന് ഇന്ന് ഇവിടെ വെച്ച് കാണാൻ പറ്റി, സന്തോഷം. അതും പ്രത്യേകിച്ച് പത്മിനിയുടെ ചിത്രങ്ങളും കൂടി അന്ന് വീണ്ടും കണ്ടു. ഇങ്ങനെ ലേബർ വർക്ക് ചെയ്യണ ഒരു ചിത്രകാരൻ എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഭയങ്കര റഫ്നെസ്സൊക്കെ വരും. പക്ഷെ മുരളിയുടെ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 1.5 വയസ്സിലെ അമ്മ മരിച്ചു. അപ്പോൾ അമ്മ മരിച്ചപ്പോൾ കുടിച്ച മുലപ്പാലിൻ്റെ ഒരു നൈർമല്യമുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ളൊരു കണക്ഷനാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അടുത്ത കാലത്ത് പത്മരാജൻ അദ്ദേഹത്തിന്റെ കഥകളുടെ ഒരു വീണ്ടും വരകൾ വന്നിട്ടുണ്ടല്ലോ ഇദ്ദേഹത്തിന്. സാർ ഞാൻ നേരത്തെ പറഞ്ഞത് സാറിനെ വരയ്ക്കുമ്പോൾ സാറിന് പറയുമ്പോൾ ഞാൻ എൻ്റെ തൊട്ട് എൻ്റെ അമ്മ വീട് ഇതോളമാണല്ലോ. സാറിനെ എത്രത്തോളം നമുക്കൊരു ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു, എപ്പോഴും അങ്ങനെ ലൈവായിട്ട് മനസ്സിൽ നിൽക്കുന്നൊരു അതുകൊണ്ട് സാറിൻ്റെ വരയ്ക്കുമ്പോൾ കുറെ കൂടെ അങ്ങനത്തെ വേറൊരു സ്ത്രീ സൗന്ദര്യം അത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് ഈ കാൽപ്പനികമായ സങ്കല്പമാണ് കൂടുതൽ സ്ത്രീകളെ കുറിച്ച് പൊതുവേ ഉള്ളത്. എങ്കിൽ പോലും മുരളിയുടെ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കാൽപ്പനിക സൗന്ദര്യത്തെ നിലനിർത്തി തന്നെ അവിടെ നിന്ന് നേരെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വിശാലമായ ആകാശത്തിന്റെ വിസ്മൃതിയിലേക്കും കടലിൻ്റെ ഒരു അഗാധതയിലേക്കൊക്കെ പോകുന്ന പോലെ ഈ സ്ത്രീ പൊയ്ക്കളിയോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അത്രമാത്രം ഒരു എന്താ പറയുന്ന ഒരു മാജിക്കലായിട്ടുള്ള ഒരു കൂട്ടിപ്പിടുത്തം അതെല്ലാ സ്ത്രീകളിലുണ്ട്. അതിപ്പോൾ സുഭാഷിണിനെ വരച്ചാലും ആരെ വരച്ചായിരുന്നാലും അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഗീതാപക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കക്ഷിയുണ്ട്, അവളുടെ പുസ്തകത്തിനും വരച്ചേക്കുന്ന എന്റെ അമ്മ എന്തൊരു ഇപ്പൊ സിനിമയിൽ നൻപകലിന്റെ പോസ്റ്റർ വരാൻ പോകുന്ന മാറ്റി ചെറുതായിട്ട് അതന്നെയല്ല എന്റെ അഭിപ്രായത്തില് മുരളി സിനിമ ചെയ്യണം. കാരണം ഭരതനൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന ഒരു സിനിമയെന്ന് പറയുന്നത് ഫ്രെയിമിനകത്ത് വരുന്ന ചിത്രങ്ങളാണ്. മുരളി ഒരു പുതിയ സിനിമ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ അതെപ്പോഴാ വെരി ഗുഡ്. എന്നോട് കൂട്ടിച്ചേർത്ത് പറയാൻ എനിക്ക് ഈ എഴുത്തും വരെയായിട്ട് നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. എഴുത്തുകാരും ഞാനും തമ്മിലുള്ളൊരു ഭയങ്കര ഒരു കാണാത്ത ബന്ധങ്ങളുണ്ട്. പലരും ദൂരെയാണ്, കാണാത്ത ആൾക്കാരുണ്ട്. സാറിനെ ഞാൻ ആദ്യമായിട്ട് ഈ കഥ വരച്ച കാലഘട്ടത്തിന് എത്രയോ ശേഷം ഇപ്പോഴാണ്. പക്ഷെ എൻ്റെ മനസ്സിലിങ്ങനെ എന്ന് പറഞ്ഞ കിളിർത്ത് വലിയ ഒരു അങ്ങനെ നിൽക്കുന്ന ഒരു അങ്ങനെയുള്ള സ്നേഹം കൊണ്ട് വാക്കുകൊണ്ട് എന്നെ ഉദ്ദീപിച്ച വാക്കുകളെ ഞാൻ ഇടയ്ക്ക് ഫോണിലൊക്കെ വിളിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് അമ്മയപ്പോ കാണാൻ സന്തോഷമായിരുന്നു എന്നൊക്കെ പറയും, കാണാന്നൊക്കെ പറയും. പക്ഷെ കാണാൻ പറ്റില്ല, ഈ ദൈവം മാഞ്ഞു പോകുന്നൊക്കെ പറയും എന്ന് പറയുന്ന പോലെ തന്നെ. എന്തായാലും ഇന്നൊരു നല്ല ദിവസമാണ്. ഭയങ്കര സന്തോഷം. സംസാരിക്കുന്ന ഒരു അവസരം കിട്ടിയതിൽ നന്ദി കൂടെ പറയാം. അതന്നെയല്ലേ ഇവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസം കാതൽ എന്ന് പറഞ്ഞൊരു സിനിമ
അതില് നോർമാജിൻ എന്ന് പറഞ്ഞൊരു കാനഡയിലുള്ള ഒരു പെൺകൊച്ചു, ജാക്ലിൻ മാത്യു. ജാക്ലിൻ മാത്യു എന്നാണ് അവളുടെ പേര്. പക്ഷെ ഞങ്ങളൊക്കെ അവളെ നോർമാജിൻ എന്നാണ് വിളിക്കുന്നത്. അവള് നോർമാജിൻ എന്നുള്ള പേരിലാണ് കവിത എഴുതുന്നത്. ഒരു മുഖ്യധാരയിലും വന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സിനിമ കാണാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോർമാജിൻ എന്നുള്ള പേര് കിടന്ന് തപ്പു. അപ്പോൾ നോർമാജിൻ കാണുന്നില്ല, അവിടെ ജാക്ലിൻ മാത്യു എന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ ചെക്കൻ്റെ ഒരു ചാനലിൽ അവളുമായിട്ടുള്ള ഒരു ഇത് കണ്ടു. എന്തായാലും ഇതൊരു നല്ല സഹായമാണ്. ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഒറ്റ ചോദ്യം, അത് കല, ഇപ്പൊ നമ്മുടെ ബാലേട്ടനൊക്കെ കലയെ കുറിച്ച് പറയണതൊക്കെ നല്ല ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് അയച്ചുതരാം. അങ്ങനെ കലയെക്കുറിച്ച് നമുക്കറിയുന്ന, അല്ലെങ്കിൽ താങ്കൾ കലയെക്കുറിച്ച് കാണുന്ന രീതി ഒന്ന് പറയാം. ഞാൻ എൻ്റെ അടുത്തുള്ളൊരു മുത്തശ്ശിയായ അമ്മയോട് ഞാൻ ചോദിച്ചു, ജീവിതത്തെക്കുറിച്ച് എന്താണ് ഈ 90-ാം വയസ്സിലുള്ള കാഴ്ചപ്പാടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് റിവൈൻഡ് ചെയ്യുമ്പോൾ ജീവിതത്തിൽ സ്നേഹം എന്നൊരൊറ്റ വികാരം മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും വരകയിരിക്കുമ്പോഴും എൻ്റെ ചിന്ത അങ്ങനെ മാത്രമാണ്. അതിനെ ഞാൻ എങ്ങനെ ഷെയർ ചെയ്യണം, അത് മാത്രമേ. എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും എനിക്ക് ഞാൻ ആലോചിക്കാറില്ല വരയ്ക്കുന്നത്. അല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യരുടെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചെല്ലപ്പനാശാരിനെയൊക്കെ വരക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ഉള്ളിലൊരു ഭയങ്കര കുളിർമയാണ്, ഒരു കുസൃതിയുടെ കുളിർമയൊക്കെ ഇല്ല, അത് ഭയങ്കരമായിട്ടുണ്ട്. അത് ഒരു വല്ലാത്ത സംഗതി തന്നെയാണ്. ഇപ്പം ഓരോ എഴുത്തുകാരൻ്റെയും പ്രാർത്ഥനയാണ്. കാരണം എൻ്റെ കഥയ്ക്ക് നല്ലൊരു ഇല്ലസ്ട്രേഷൻ ഉണ്ടാകണം. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങനെ ഓരോരുത്തരെ, ഞാനിപ്പോൾ 2015 ശേഷം പിന്നെ കഥ കാര്യമായിട്ടൊന്നും അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ എന്നോട് ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വയ്ക്കുന്ന ഒരൊറ്റ ഓപ്ഷൻ ഇതേ ഉള്ളൂ, മുരളി വരയ്ക്കുകയാണെങ്കിൽ ഞാൻ കഥ തരും. അതാണ് എൻ്റെ ഡിമാൻഡ്. അതോടെ നമുക്ക് വായിക്കാൻ പറ്റും, കാണാൻ പറ്റും.